തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. മണികണ്ഠനാണ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത്. ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പരിക്കേറ്റ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചികിത്സയിലാണ്. കേസിലെ 2 പ്രതികൾ ഇന്നലെ കീഴടങ്ങിയിരുന്നു. അപർണ കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അപർണ കാർത്തിക, ഇതൊരു എൻകൗണ്ടർ കില്ലിംഗ് ആണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ്. നിലവിലെ വിവരമനുസരിച്ച് ഇതൊരു എൻകൗണ്ടർ കില്ലിംഗ് എന്ന് തന്നെ വേണം പറയാൻ. സ്വാഭാവികമായും പോലീസിന് നേരെയുള്ള അതിക്രമമായതുകൊണ്ട് പോലീസ് ആ രീതിയിൽ തന്നെ പ്രതികരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെയാണ് തമിഴ്നാട് അണ്ണാ DMK MLA കൂടിയായ സി മഹേന്ദ്രൻ്റെ ഫാം ഹൗസിൽ വെച്ച് ഒരു കുടുംബ തർക്കം, അതായത് MLAയുടെ കുടുംബമല്ല, അവിടുത്തെ ജീവനക്കാരനും അയാളുടെ മക്കളും തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായിരുന്നു. മദ്യപാനത്തിനിടെ ഒരു തർക്കം നടക്കുന്നു. ആ തർക്കത്തിനെ കുറിച്ച് അയൽവാസികൾ പരാതി നൽകുന്നു. ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ കൊല്ലപ്പെട്ട ഷൺമുഖവേൽ ഉൾപ്പെടെയുള്ള 3 പോലീസുകാർ അവിടേക്ക് എത്തുന്നു. ഇതിനെ പരിക്കേറ്റ് കിടക്കുന്ന ഈ മൂർത്തി എന്ന് പറയുന്ന ഈ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന മണികണ്ഠന്റെ അച്ഛനെ ഗുരുതരമായ അവസ്ഥയിൽ കാണുന്നു. അയാൾ ആശുപത്രിയിലേക്ക് മാറ്റുകയെല്ലാം ചെയ്തു. ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഈ മണികണ്ഠനും അയാളുടെ സഹോദരൻ തങ്കവേലും അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം സഹകരിക്കുന്നുണ്ടായിരുന്നു പോലീസിനോട്. പക്ഷേ പെട്ടെന്നൊരു ഘട്ടത്തിൽ ഇവർ പോലീസിന് നേരെ തിരിയുകയും അവിടെ ഉണ്ടായിരുന്ന അരിവാളെടുത്ത് SI ഷൺമുഖവേലിനെ വെട്ടുകയുമായിരുന്നു. പരിക്കേറ്റ ഉടനെ തന്നെ ഇയാൾ തറയിലേക്ക് വീണു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു. കാരണം ഇവർ അക്രമാസക്തരായിരുന്നു എന്നാണ് പറയുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നൊരു സംശയവും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്കൊക്കെ കടന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ ഈ മണികണ്ഠനും അയാളുടെ സഹോദരനും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ മണികണ്ഠനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പോലീസ് ട്രേസ് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നില്ല. ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏറ്റുമുട്ടലിൽ അയാൾ കൊല്ലപ്പെട്ടു. പിടിക്കാൻ ചെന്നപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഗുരുതരമായ തരത്തിൽ അക്രമ സ്വഭാവം കാണിച്ചതുകൊണ്ട് ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളൊരു സ്ഥിരീകരണം ആണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ തമിഴ്നാട് സർക്കാരോ മറ്റേതെങ്കിലും ഏജൻസിയോ ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമുട്ടൽ കൊലകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കൂടി ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അപർണയാണ് വിവരങ്ങൾ നൽകിയത്. ഡെസ്കിൽ നിന്നും. തിരുപ്പൂരിൽ SIയെ കൊന്ന പ്രതിമുട്ടലിൽ പോലീസ് വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഒരു SIയെ ആണ് ഈ മണികണ്ഠൻ കൊന്നത്. അതിനെ തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് ആ പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നത്. എൻകൗണ്ടർ കില്ലിംഗ് ആണോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന ഭാഷ്യം അതാണ്. ഏറ്റുമുട്ടലിനിടെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചു എന്നുള്ളതാണ്.